നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ജീവപര്യന്തം തടവ് ശിക്ഷയുടെ കാലാവധി 20 വർഷമായി പരിമിതപ്പെടുത്താൻ കുവൈറ്റ്. നീക്കം തടവുകാരുടെ പുനരധിവാസത്തിനും സമൂഹവുമായി ഇടപഴകുവാൻ അവസരമൊരുക്കുവാനും. ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള അറബ് പദ്ധതിക്ക് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷന്റെ അംഗീകാരം. യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ അംഗീകാരം നേടിയെടുക്കാനുള്ള ശ്രമം അടുത്ത ഘട്ടത്തിൽ. കനത്ത മഴയിൽ കുവൈറ്റിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം. UAE-യിൽ നാളെ മുതൽ 3 ദിവസം മഴ പെയ്യാനുള്ള സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പകൽ സമയത്ത് പൊടിക്കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. മുൻ ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ PP ദിവ്യ എത്തിയത് മനഃപൂർവ്വമെന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. കരുതിക്കൂട്ടി അപമാനിച്ചെന്നും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നും റിപ്പോർട്ടിൽ. കണ്ടെത്തലുകൾ ശരിയെന്നും റിപ്പോർട്ട് ആശ്വാസകരമെന്നും കുടുംബം. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം നാളെ. മത്സരം ഉച്ചയ്ക്ക് 2:30 മുതൽ ദുബായിൽ. വാർത്തകൾ വിശദമായി നോക്കിയാൽ കുവൈറ്റിൽ ജീവപര്യന്തം തടവ് ശിക്ഷയുടെ കാലാവധി 20 വർഷമായി പരിമിതപ്പെടുത്തുവാൻ തീരുമാനം. അമീർ ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അൽ സഹായിന്റെ നിർദ്ദേശപ്രകാരം ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 20 വർഷക്കാലം തടവ് ശിക്ഷ പൂർത്തിയാക്കിയ തടവുകാരുടെയും 20 വർഷം പൂർത്തിയാകാൻ 3 മാസം വരെ കാലാവധി ബാക്കിയുള്ളവരുടെയും ഫയലുകൾ പരിശോധിക്കുവാൻ ഒരു സമിതിയെ രൂപീകരിക്കുവാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തടവുകാരുടെ പുനരധിവാസത്തിനും അവരുടെ ജീവിതം പുനർനിർമ്മിക്കുവാനും സമൂഹവുമായി സംയോജിക്കാനും അവസരമൊരുക്കുക എന്ന വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കമെന്നും മന്ത്രി അറിയിച്ചു. ഗാസയുടെ പുനർനിർമ്മാണത്തിന് കെയ്റോയിൽ ചേർന്ന പലസ്തീൻ ഉച്ചകോടി അംഗീകരിച്ച അറബ് പദ്ധതിക്ക് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ അംഗീകാരം നൽകി. കെയ്റോ ഉച്ചകോടിയുടെ എല്ലാ തീരുമാനങ്ങളും OIC മന്ത്രിതല യോഗം അംഗീകരിച്ചതിനാൽ ഗാസ പുനർനിർമ്മാണ പദ്ധതി അറബ് ഇസ്ലാമിക് പദ്ധതിയായി മാറിയതായി ഈജിപ്ഷ്യൻ വിദേശമന്ത്രി അബർ അബ്ദുല്ലാത്തി പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെയും ജപ്പാൻ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെയും മറ്റ് രാജ്യങ്ങളുടെയും അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പദ്ധതിക്കുള്ള പിന്തുണ സമാഹരിക്കാൻ അടുത്ത ഘട്ടത്തിൽ ശ്രമം നടത്തും. അമേരിക്ക അടക്കം അന്താരാഷ്ട്ര കക്ഷികളുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗാസ, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം എന്നിവയുൾപ്പെടെയുള്ള അധിനിവേശ പലസ്തീൻ പ്രദേശത്തിന്റെ ഐക്യം സംരക്ഷിക്കാനും ശ്രമങ്ങൾ ഊർജിതമാക്കണമെന്നും OIC സെക്രട്ടറി ജനറൽ ആഹ്വാനം ചെയ്തു. കുവൈറ്റിൽ കനത്ത മഴയെ തുടർന്ന് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. സബാഹ് അൽ അഹമ്മദിനെയാണ് വെള്ളക്കെട്ട് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. തെരുവുകളിലും റോഡുകളിലും ജലനിരപ്പ് ഗണ്യമായി ഉയർന്നു. പൊതുമരാമത്ത് മന്ത്രാലയത്തിലെയും റോഡുകൾക്കായുള്ള ജനറൽ അതോറിറ്റിയിലെയും എമർജൻസി ടീമുകൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശ്രമം തുടരുകയാണ്. മഴവെള്ളം ഒഴുകിപ്പോകുന്ന മാൻഹോളുകളുടെ തടസ്സം പരിഹരിക്കാനും അവ വൃത്തിയാക്കാനും ഫീൽഡ് ടീമുകൾ പ്രവർത്തിക്കുകയാണ്. അതേസമയം UAE-യിൽ ഞായറാഴ്ച മുതൽ 3 ദിവസം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശൈത്യകാലം അവസാനിച്ച് രാജ്യം ചൂടുകാലത്തേക്ക് കടന്നു കഴിഞ്ഞു. 30 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ പലയിടങ്ങളിലും ചൂട് രേഖപ്പെടുത്തി. അതേസമയം രാജ്യത്ത് പലയിടങ്ങളിലും മൂടിക്കെട്ടിയ കാലാവസ്ഥ തുടരുകയാണ്. ഞായറാഴ്ച മുതൽ തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. 35 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. പകൽ സമയത്ത് പൊടിക്കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.
കുവൈറ്റിൽ റഡാർ സംവിധാനത്തിലെ സാങ്കേതിക തകരാറുകൾ കാരണം താൽക്കാലികമായി അടച്ചിരുന്ന കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം പുനരാരംഭിച്ചു. വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതിനാൽ അയൽ വിമാനത്താവളങ്ങളിലേക്ക് വരുന്ന വിമാനങ്ങൾ വഴിതിരിച്ചു വിടേണ്ടി വന്നു. അതേസമയം അടച്ചുപൂട്ടലിന്റെ കൃത്യമായ കാരണം അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ പുനഃസ്ഥാപിച്ചു. മറ്റു വാർത്തകൾ നോക്കിയാൽ കണ്ണൂർ ADM നവീൻ ബാബു പെട്രോൾ പമ്പിനായി കൈക്കൂലി കൈപ്പറ്റിയിട്ടില്ല എന്ന് റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന PP ദിവ്യ ആസൂത്രിതമായി നവീൻ ബാബുവിനെ അപമാനിക്കുകയായിരുന്നു എന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലെത്തിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ PP ദിവ്യ ആസൂത്രിത നീക്കമാണ് നടത്തിയതെന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. പെട്രോൾ പമ്പിന് വേണ്ടി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. ഫയൽ വെച്ച് താമസിപ്പിച്ചതായും കണ്ടെത്തിയിട്ടില്ല. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിന് മുൻപ് PP ദിവ്യ കളക്ടറെ വിളിച്ചിരുന്നു. ചടങ്ങിലേക്ക് എത്തേണ്ട എന്ന് കളക്ടർ നിർദ്ദേശിച്ചതാണ്. ഇത് അംഗീകരിക്കാതെയാണ് അവർ എത്തിയത്. യാത്രയയപ്പ് ചടങ്ങ് ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടത് PP ദിവ്യയാണെന്നും ഇതിന്റെ വീഡിയോ ഏറ്റുവാങ്ങിയത് അവർ തന്നെയാണെന്നും പ്രാദേശിക ചാനൽ പ്രതിനിധികളും മൊഴി നൽകിയിട്ടുണ്ട്. കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. PP ദിവ്യയ്ക്കൊപ്പം പ്രശാന്തിന്റെയും ജില്ലാ കളക്ടറുടെയും പങ്കുകൂടി അന്വേഷിക്കണമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ആവശ്യപ്പെട്ടു. നവീൻ ബാബുവിന് മേൽ മറ്റു ചില സമ്മർദ്ദങ്ങൾ കൂടി ഉണ്ടായിരുന്നു. മറ്റൊരവസരത്തിൽ അത് വെളിപ്പെടുത്തുമെന്നും മഞ്ജുഷ പറഞ്ഞു. ഞങ്ങളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നുകൊണ്ട് കൂടുതൽ നമുക്ക് ഇതിനൊരു നിർണായകമായൊരു തെളിവായി. ബഹുമാനപ്പെട്ട ലാൻഡ് റവന്യൂ കമ്മീഷണർ കണ്ടെത്തിയ കാര്യമാണിത്. അത് സത്യസന്ധമായ റിപ്പോർട്ടാണ്. ആരുടെയും ഭാഗത്തുനിന്ന് നീതി പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ നിയമ പോരാട്ടത്തിന് മുമ്പോട്ട് പോകും. കേസിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയതോടെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പോലീസ്. ഇതിനിടെയാണ് തങ്ങളുടെ ഉദ്യോഗസ്ഥന്റെ മരണം സംബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നവകേരള വികസനത്തിനായി മുഖ്യമന്ത്രി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പച്ചക്കൊടി. പുതിയ വിഭവ സമാഹരണ മാർഗങ്ങളെ സ്വാഗതം ചെയ്ത് പ്രതിനിധികൾ. സെസ്സിലും യൂസർ ഫീയിലും നേരിയ ആശങ്കകൾ മാത്രം ചിലർ പങ്കുവച്ചു. ഏകപക്ഷീയ നടപടിയിലേക്ക് പോകില്ലെന്നും ജനങ്ങളുമായി സംവദിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നയരേഖയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി നാളെയുണ്ടാകും. വികസന നയരേഖ ഇടതുമുന്നണിയിൽ അവതരിപ്പിക്കുമെന്നും പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി. പാർട്ടി ചെയ്യാറില്ല. ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് മുഴുവൻ കാര്യത്തെയും കാണുന്നത്, പ്രോപ്പർ റിപ്പോർട്ട് ഉൾപ്പെടെ. നിങ്ങൾ അതിൻ്റെ അകത്ത് വിഷം കലക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചേർത്ത് വെച്ചാൽ ആ ചേർത്ത് വെച്ചതിൻ്റെ പുറകെ ഞങ്ങൾ പോകുമെന്നും അതിൻ്റെ മാനസികമായ സമ്മർദ്ദത്തിലായിരിക്കും ഞങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് നിങ്ങൾ ധരിക്കണ്ട. അത് സ്വാഭാവികമായിട്ട് സംസ്ഥാന സെക്രട്ടറി CPM സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്ന മുകേഷ് MLA വിമർശനങ്ങൾക്ക് പിന്നാലെ ഒടുവിൽ സമ്മേളന നഗരിയിലെത്തി. തൊഴിൽ സംബന്ധമായ തിരക്കുകൾ കാരണമാണ് താൻ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നും മാധ്യമങ്ങളുടെ കരുതലിന് നന്ദിയെന്നും മുകേഷ് പ്രതികരിച്ചു. CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ കൊല്ലം MLA മുകേഷിന്റെ അസാന്നിധ്യം ഏറെ വിമർശനങ്ങൾ ഉയർത്തി. പാർട്ടിയുടെ അപ്രഖ്യാപിത വിലക്ക് മുകേഷിനുണ്ട് എന്ന തരത്തിലായിരുന്നു വാർത്തകൾ. ലൈംഗിക പീഡന കേസിൽ മുകേഷിനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതോടെയാണ് മുകേഷ് MLA പാർട്ടി പരിപാടികളിൽ നിന്നും കാണാതാകുന്നത്. മുകേഷിന്റെ അസാന്നിധ്യം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മുകേഷിനെ നിങ്ങൾ കണ്ടെത്തൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഒടുവിൽ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് സമ്മേളനത്തിന്റെ 3-ാം ദിനം മുകേഷ് MLA സമ്മേളന വേദിയിലേക്ക് എത്തിയത്. താൻ പാർട്ടി മെമ്പർ അല്ല എന്നും അതുകൊണ്ട് തന്നെ സമ്മേളനത്തിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ല എന്നുമായിരുന്നു MLAയുടെ പ്രതികരണം. ഈ 2 ദിവസം ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഉള്ള ഒരു ഫ്രീ വന്നപ്പോഴത്തേക്ക് അവിടെ പോയിട്ട് തിരിച്ചു വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊല്ലത്ത് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും അല്ല, നമ്മളില്ലാതെ കൊല്ലമില്ല, അത്രയേ ഉള്ളൂ. മെമ്പർമാരാണ്, ഞാൻ മെമ്പറല്ല. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഞാൻ ലോഗോ പ്രകാശനത്തിനുണ്ടായിരുന്നു. 10 മിനിറ്റോളം സമ്മേളന നഗരിയിൽ ചെലവഴിച്ച ശേഷമായിരുന്നു മുകേഷ് MLAയുടെ മടക്കം. മുഖ്യമന്ത്രിയെ കണ്ടെന്നും സംസാരിച്ചെന്നും സമ്മേളന നഗരിയിൽ നിന്നും മടങ്ങിയ മുകേഷ് പറഞ്ഞു. നാല് ദിവസം നീണ്ടു നിൽക്കുന്ന CPM സംസ്ഥാന സമ്മേളനം നാളെ സമാപിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുമെന്നും മുകേഷ് പറഞ്ഞു. അമൃത ന്യൂസ്, കൊല്ലം.
കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിനെതിരെ വിമർശനവുമായി PV അൻവർ. തൊഴിലാളികളുടെ പാർട്ടിയായ CPM സമ്മേളനത്തിൽ ഒരു തൊഴിലാളി പ്രശ്നം പോലും ചർച്ച ചെയ്തില്ല. പാർട്ടി സമ്മേളനത്തിൽ നടക്കുന്നത് മുതലാളി വർഗത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ്. കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന സഖാക്കൾ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്നും PV അൻവർ കോഴിക്കോട് പറഞ്ഞു. അവിടെ ആകെ നടക്കുന്ന ചർച്ചകൾ മുതലാളിത്തവുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെ മുതലാളിമാരെ കേരളത്തിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ ഇവിടുത്തെ മുതലാളിത്തം ഇവിടെ പടുത്തുയർത്താം, എങ്ങനെ ഇവിടെ സംരംഭങ്ങൾ ഉണ്ടാക്കാം എന്നതിലപ്പുറം ഈ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികൾ അവരുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ്. ബ്രൂവറി കൊണ്ടുവന്നാൽ ജനങ്ങൾ മറുപടി നൽകുമെന്ന് മാത്രമല്ല, അത് CPMൻ്റെ അന്ത്യത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ പച്ചയായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റുകാർ, ഇന്നും കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന പച്ച സഖാക്കൾ ഈ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യും. ആഡംബര കാറുകൾ ഡ്രൈവറുടെ സേവനം ഉൾപ്പെടെ മാസവാടകയ്ക്ക് ലഭ്യമാക്കുന്ന പദ്ധതി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആരംഭിച്ചു. തമാക്കുൽ പെർമിറ്റ് എന്ന പേരിലുള്ള സംവിധാനം എമിറേറ്റിലെ ലക്ഷറി വാഹനങ്ങൾ ലഭ്യമാക്കുന്ന കമ്പനികളെയും കാർ റെന്റൽ സ്ഥാപനങ്ങളെയും ഏകോപിപ്പിക്കുമെന്ന് ദുബായ് RTI വ്യക്തമാക്കി. വ്യക്തികൾക്കും വിനോദസഞ്ചാരികൾക്കും ദുബായ് നിവാസികൾക്കും ഒരു മാസം വരെ ഡ്രൈവറുടെ സേവനം ഉൾപ്പെടെ ആഡംബര കാറുകൾ വാടകയ്ക്കെടുക്കാൻ ഇതിലൂടെ സാധിക്കും. ആവശ്യമുള്ളവർക്ക് RTIയുടെ വെബ്സൈറ്റിലൂടെ ഈ സേവനം ലഭ്യമാകും. ലഹരി പടർത്തുന്ന ആശങ്കകൾ എന്ന വിഷയത്തിൽ ജിദ്ദ കേരള പൗരാവലി ജിദ്ദയിൽ വിവിധ സംഘടനകളെ ഉൾപ്പെടുത്തി യോഗം സംഘടിപ്പിച്ചു. ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പരിപാടിയിൽ 40-ലധികം സംഘടനയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്യാമ്പയിൻ, ഡോക്യുമെന്ററി വീഡിയോ പ്രദർശനം, ജാഗ്രതാ സദസ്സുകൾ, പ്രവാസി രക്ഷിതാക്കൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുമുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, കൗൺസിലിംഗ് തുടങ്ങിയ വിവിധ പരിപാടികൾ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ സഹായത്തോടെ ജിദ്ദയിലും നാട്ടിലും സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ജിദ്ദ കേരള പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി മോഡറേറ്ററായ പരിപാടിയിൽ ജനറൽ കൺവീനർ മൻസൂർ വയനാട് സ്വാഗതം പറഞ്ഞു. മിർസ ഷെരീഫ്, ഉണ്ണി തെക്കേടത്ത്, ഷെരീഫ് അറക്കൽ എന്നിവർ നേതൃത്വം നൽകി. UAEയിലെ അജ്മാനിലുള്ള ബ്രിട്ടീഷ് വിദ്യാലയമായ ദി ബ്ലൂമിംഗ്ടൺ അക്കാഡമി 10ാം വാർഷികത്തിന്റെ നിറവിൽ. വാർഷികാഘോഷത്തിൽ UAEയിലെ ബ്രിട്ടീഷ് അംബാസഡർ എഡ്വേർഡ് ഹോബർട്ട് മുഖ്യാതിഥിയായി. ശാസ്ത്രരംഗത്തെ മുന്നേറ്റം വ്യക്തമാക്കുന്ന പരിപാടികൾ, നാടകാവതരണം, സംഗീത പരിപാടി, മോഡൽ UN, TEDx എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. അംബാസഡറും നോർത്ത് പോയിന്റ് എഡ്യൂക്കേഷൻ ചെയർമാൻ ലാൻസൺ ലാസറും ചേർന്ന് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ വൃക്ഷത്തൈ നട്ടു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റെഡ് ക്രസന്റിന് ധനസഹായം കൈമാറി. ഇതോടൊപ്പം നടന്ന ഇഫ്താർ സംഗമത്തിൽ അംബാസഡർ എഡ്വേർഡ് ഹോബർട്ട് രക്ഷിതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. 64 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ ബ്ലൂമിംഗ്ടണിൽ പഠിക്കുന്നുണ്ട്. സ്കൂൾ സ്ഥാപകരുടെ കുടുംബാംഗങ്ങൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. കോഴിക്കോട് അമ്പായത്തോടിൽ പോലീസിനെ കണ്ട് കയ്യിലുണ്ടായിരുന്ന MDMA പൊതി വിഴുങ്ങിയ യുവാവ് മരിച്ചു. കോഴിക്കോട് മൈക്കാവ് സ്വദേശി ഈയാടൻ ഷാനദാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ ദിവസം അമ്പായത്തോട് മേലെ പള്ളിക്ക് സമീപത്ത് പോലീസ് പരിശോധന നടത്തുന്നതിനിടെയാണ് ഷാനിദിനെ താമരശ്ശേരി പോലീസ് പിടികൂടുന്നത്. പോലീസിനെ ഭയന്ന് കയ്യിലുണ്ടായിരുന്ന 2 കവർ MDMA സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വിഴുങ്ങി. തുടർന്ന് യുവാവ് ഓടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിടികൂടുകയായിരുന്നു. MDMA വിഴുങ്ങിയെന്ന് പറഞ്ഞതോടെയാണ് ഷാനിദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. എൻഡോസ്കോപ്പി പരിശോധനയിൽ വയറ്റിൽ വെളുത്ത തരികളടങ്ങിയ കവറുകൾ കണ്ടെത്തി. MDMA പുറത്തെടുക്കാൻ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറാകുന്നതിനിടെ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു. ഷാനിദിന് ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഷാനിദ് ഇത് കച്ചവടം ചെയ്യുന്നതായിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട്. നമ്മളിത് കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ ഇടയിലൊക്കെ ഒരു സംസാരമുണ്ട്. മഹല്ല് കമ്മിറ്റി, ഇവിടെ നാട്ടുകാർ വളരെ വിപുലമായ രീതിയിൽ ലഹരിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം അധികമാരോട് സംസാരിക്കാത്ത പ്രകൃതക്കാരനായിരുന്നു ഷാനിദെന്നും ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ചിലർ പറയുന്നു. ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറയാൻ എന്തെങ്കിലും ഒരു കച്ചറുണ്ടാക്കുന്ന അതോ സംഭവമില്ല. പിന്നെ നമ്മളിപ്പോൾ എന്താ നീ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓനാ ചിരിച്ച മൊത്തത്തോടെ വർണ്ണം കൊഴിഞ്ഞു പോകുക എന്നല്ലാണ്ട് ആരോടും ഒരു എതിർ പറയുകയെ അങ്ങനത്തെ ഒരു മോനേ അല്ല. ഒരു കച്ചറുണ്ടാക്കി ഒരു വീട്ടിൽ വന്നിങ്ങനെ ഉപദ്രവിക്കുകയൊന്നുമില്ല. അങ്ങനത്തെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഷാനിദ് മുൻപും ലഹരി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.
പത്തനംതിട്ട തിരുവല്ലയിൽ മകനെ മറയാക്കി MDMA വിൽപ്പന നടത്തിയ അച്ഛൻ പിടിയിൽ. 10 വയസ്സുകാരനായ മകന്റെ ശരീരത്തിൽ ഒളിപ്പിച്ചാണ് ഇയാൾ MDMA കടത്തിയിരുന്നത്. വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായത്. 9-കാരനെ ചുമത്രയിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി ഡാൻസ് ഓഫ് സംഘത്തിന്റെയും തിരുവല്ല പോലീസിന്റെയും നിരീക്ഷണത്തിലായിരുന്നു പ്രതി. കൊടും കുറ്റവാളിയായ പ്രതി ലഹരി കച്ചവടത്തിനായി 10 വയസ്സുകാരനായ മകനെയും ഉപയോഗിച്ചു. പ്രതി മുൻപും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായിട്ട് നമുക്ക് വ്യക്തമായ വിവരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിയെ ഉപയോഗപ്പെടുത്തി കുട്ടിയുടെ ദേഹത്ത് ഒട്ടിച്ചു വെക്കും MDMA എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയേക്കുന്നത്. ഈ ഡ്രഗ്സ് ഇയാൾ വിപണനത്തിനായിട്ട് ഇദ്ദേഹത്തിൻ്റെതായ കുറേ ശൃംഖലകളുള്ളതെന്നുള്ള സൂചനയുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുകയാണ്. തിരുവല്ലയിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് MDMA എത്തിച്ചു നൽകിയിരുന്നത് പിടിയിലായ പ്രതിയാണെന്നാണ് പോലീസിന്റെ നിഗമനം. വിദ്യാർത്ഥികളെയും ഇയാൾ ഏജന്റാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നു. തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആലപ്പുഴ എരമല്ലൂരിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് പിടികൂടി. ആലപ്പുഴ സ്പെഷ്യൽ സ്ക്വാഡ് CI മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവുമായി എരമല്ലൂർ സ്വദേശി മുഹമ്മദ് ആസിഫിനെ പിടികൂടിയത്. എരമല്ലൂർ ജംഗ്ഷന് സമീപം ബൈക്കിൽ പോവുകയായിരുന്ന 2 പേരുടെ ബാഗിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് റോഡിൽ വീഴുകയായിരുന്നു. പിന്നാലെ മറ്റൊരു സ്കൂട്ടറിൽ വന്ന ആസിഫിന് പൊതി ലഭിച്ചു. പിന്നീട് ബൈക്ക് യാത്രക്കാർ തിരികെ എത്തി കഞ്ചാവ് തിരികെ ആവശ്യപ്പെട്ടെങ്കിലും ആസിഫ് കടന്നു കളഞ്ഞു. എക്സൈസ് നടത്തിയ തെരച്ചിലിലാണ് പ്രതി അറസ്റ്റിലായത്. വയനാട് ബാവലി ചെക്ക് പോസ്റ്റിൽ ലഹരിമരുന്ന് പരിശോധനയ്ക്കിടയിൽ എക്സൈസ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. സിവിൽ എക്സൈസ് ഓഫീസർ ജയ്മോന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വാഹനം നിർത്താൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ മാനന്തവാടി 5 മൈൽ സ്വദേശി ഹൈദർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഹൈദറിന് പിന്നീട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സമരം ശക്തമാക്കി ആശാപ്രവർത്തകർ. 27 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുവരുന്ന സമരത്തിന് ഓരോ ദിവസവും ജനപിന്തുണ ഏറി വരികയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ സംഘടിപ്പിച്ച മഹാസംഗമത്തിൽ ആയിരക്കണക്കിന് വനിതകൾ പങ്കെടുത്തു. വിവിധ സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി. ലോകമെമ്പാടുമുള്ള വനിതകൾ അവരുടെ നേട്ടങ്ങൾ ആഘോഷമാക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ട പോരാട്ടത്തിന് ഊർജം പകരുന്നതിനുമായാണ് വനിതാ ദിനം ആഘോഷിക്കുന്നത്. ഇങ്ങ് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി വനിതാ ദിനത്തിലും ആശാപ്രവർത്തകർ സമരത്തിലാണ്. ആശാപ്രവർത്തകർ വനിതാ ദിനം മഹാസംഗമ ദിനമായാണ് ആഘോഷിച്ചത്. ആയിരക്കണക്കിന് പ്രവർത്തകർ ആ സംഗമത്തിന്റെ ഭാഗമായി. പ്രൊമിത വോറ എന്ന സംവിധായക ഉൾപ്പെടെയുള്ളവർ സമരവേദിയിൽ ഐക്യദാർഢ്യവുമായി എത്തി. I think ASHA workers keep this whole country running. We want to live in a society where we take care of each other. We expect a government who will care for us. But who actually does the caring for the government so they can be in power? It is the ASHA workers. വിവിധ സംഘടനകളും ഇന്ന് സമരവേദിയിലേക്ക് ഐക്യദാർഢ്യ മാർച്ച് നടത്തി. വേദിയിൽ വിദ്യാർത്ഥികൾ ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നൃത്തം അവതരിപ്പിച്ചത് സമരവേദിയിലെ വേറിട്ട കാഴ്ചയായി. കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന പലരും ആശാ സഹോദരിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സേവ് ആശാ വർക്കേഴ്സ് ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ്. മഹാസംഗമത്തിനോടനുബന്ധിച്ച് ആശാപ്രവർത്തകർ മാർച്ചും സംഘടിപ്പിച്ചു. പാട്ടും നൃത്തവുമൊക്കെയായി ഈ വനിതാ ദിനത്തിൽ സമരവും ആഘോഷമാക്കുകയാണിവർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫാന്റെ പുതിയ മൊഴി. മുത്തശ്ശിയെ കൊന്നതിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് അമ്മ ഷെമിയുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചതെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. ചുറ്റിക വാങ്ങിയ കടയിലടക്കം അഫാനെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തുടർന്ന് ജയിലിലേക്ക് മാറ്റി.
ചുറ്റിക ഉപയോഗിച്ച് അമ്മയെയാണ് ആദ്യം അഫാൻ ആക്രമിച്ചതെന്നായിരുന്നു പോലീസ് കരുതിയിരുന്നത്. എന്നാൽ പാങ്ങോട് പോലീസിന് കസ്റ്റഡിയിൽ നൽകിയ മൊഴിയിലാണ് അഫാന്റെ ഞെട്ടിക്കുന്ന മൊഴി. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് അമ്മ ഷെമിയുമായി വഴക്കിട്ടെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ഷെമിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചു. ബോധം കെട്ട് വീണ അമ്മ മരിച്ചെന്ന് കരുതി വാതിൽ പൂട്ടി വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് പോയി. പിന്നീട് സുഹൃത്തിൽ നിന്ന് 1400 രൂപ കടം വാങ്ങിയ ശേഷം ചുറ്റിക വാങ്ങി നേരെ മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തി തിരികെ വീട്ടിലെത്തി. ഈ സമയം ഷെമി കരയുന്നതാണ് കണ്ടത്. ഉടൻ ചുറ്റികയെടുത്ത് അമ്മയുടെ തലക്കടിക്കുകയായിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രതിയായിട്ട് തെളിവെടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം പ്രതിയെ കൊണ്ടുപോയി. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പ്രതികൾ പറയുന്ന കാര്യങ്ങളുടെ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിയെ കൊന്ന കേസിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇന്ന് രാവിലെ ചുറ്റിക വാങ്ങിയ കടയിലായിരുന്നു ആദ്യ തെളിവെടുപ്പ്. കടയുടമയും ജീവനക്കാരും പ്രതിയെ തിരിച്ചറിഞ്ഞു. ഇതിനുശേഷം മാല പണയം വെച്ച സ്വകാര്യ സ്ഥാപനത്തിലും എത്തിച്ചു. അഫാൻ തന്നെയാണ് ഇവിടെയും വന്നതെന്ന് ജീവനക്കാർ പോലീസിനോട് പറഞ്ഞു. പണമയച്ച ദേശസാൽകൃത ബാങ്കിന്റെ CDM കേന്ദ്രത്തിലും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. മറ്റ് കേസുകളിൽ കസ്റ്റഡി ആവശ്യപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോട്ടയം ഏറ്റുമാനൂരിൽ യുവതിയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം യുവതിയുടെ ഭർത്താവിലേക്ക് മാത്രം ഒതുങ്ങാതെ കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കണമെന്ന ആവശ്യം. 9 മാസമായി സ്വന്തം വീട്ടിൽ കഴിയുന്ന യുവതി ആത്മഹത്യ ചെയ്യാൻ പ്രേരകമായത് ഭർത്താവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം മാത്രമാണോ എന്നതാണ് ഉയർന്ന ചോദ്യം. ഷൈനിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ച് യാഥാർത്ഥ്യം വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ജ്ഞാനായ സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ ആവശ്യം ഉയർന്നിട്ടുണ്ട്. കോട്ടയം ഏറ്റുമാനൂരിൽ വീട്ടമ്മയും 2 പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ട് 8 ദിവസങ്ങൾ പിന്നിട്ടു. എന്നാൽ ഇതേ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിൽ ഭർത്താവ് നോവിക്ക് മാത്രമാണോ പങ്ക് എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയർന്നത്. ഭർത്താവിന്റെ മർദ്ദനത്തെ തുടർന്ന് ഭർത്തൃവീട് വിട്ടിറങ്ങി 9 മാസമായി സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്ന ഷൈനിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് ഭർത്താവിന്റെ പ്രകോപനം മാത്രമാണോ എന്നതാണ് പല കോണുകളിൽ നിന്ന് ഉയർന്ന ചോദ്യം. സ്വന്തം വീട്ടിലും ഷൈനിയും മക്കളും പോലെയാണ് കഴിഞ്ഞിരുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. സ്വന്തം വീടിനോട് ചേർന്നുള്ള കെയർ ഹോമിലെ ജോലി ഷൈനിക്ക് നഷ്ടപ്പെടാൻ പോലും കാരണം ഷൈനിയുടെ പിതാവ് തന്നെയാണെന്നും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. നോബിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഈ ഒരു കേസ് തീരുന്നില്ല. ജീവിച്ചിരിക്കുന്ന ആ മകന് തൻ്റെ മരിച്ചുപോയ അമ്മയ്ക്കും സഹോദരിമാർക്കും നീതി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും യാഥാർത്ഥ്യം പുറത്തു വരണം. ഈ നോബി മാത്രമാണോ യഥാർത്ഥ പ്രതി എന്നുള്ളത് തനിക്ക് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ദുരനുഭവം ആ കുടുംബത്തിൽ നിന്നുണ്ടായപ്പോൾ ഷൈനി തൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത്. എന്നാൽ സ്വന്തം വീട്ടിൽ നിന്ന് നീതി കിട്ടിയോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും അന്വേഷിക്കേണ്ടത്. തൻ്റെ കുട്ടികളുടെ സംരക്ഷണവും സുരക്ഷിതത്വവും സ്വപ്നം കണ്ടിരുന്ന ഷൈനിക്കാണ് ഇത്രയും വലിയൊരു ദുരഗതി ഉണ്ടായത്. നോബിയുടെ സഹോദരനായ വൈദികനെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഷൈനിയുടെ ഫോൺ പരിശോധിച്ചാൽ ചിത്രം കൂടുതൽ വ്യക്തമാകുമെന്ന കണക്കുകൂട്ടലാണ് പോലീസ്. ആത്മഹത്യ നടന്നതിന്റെ അടുത്ത ദിവസം തന്നെ ഷൈനിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതേസമയം ഷൈനിയും പെൺമക്കളും ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ ഞായറാഴ്ച കോട്ടയം മള്ളൂശ്ശേരി സെന്റ് തോമസ് ജ്ഞാനായ പള്ളിയിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. പ്രായം വെറും നമ്പറാണെന്ന് പറയാറുണ്ട്. ഈ വനിതാ ദിനത്തിൽ അത്തരത്തിലുള്ള ഒരാളെ പരിചയപ്പെടുത്തുകയാണ് അമൃത TV. എടപ്പാളിലെ അമ്മിണി വാസുദേവൻ എന്ന അധ്യാപിക 79-ാം വയസ്സിൽ സംഗീതം അഭ്യസിച്ചാണ് ശ്രദ്ധേയയാകുന്നത്. അടൂരിൽ ജനിച്ച അമ്മിണി ടീച്ചറുടെ കർമ്മരംഗം വർഷങ്ങളായി മലപ്പുറം ജില്ലയിലെ എടപ്പാളും പരിസര പ്രദേശങ്ങളുമാണ്. 1972 അധ്യാപികയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അമ്മിണി വാസുദേവൻ എടപ്പാൾ മേഖലയിലെ വിവിധ പ്രാഥമിക വിദ്യാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ച് 1999 വിരമിച്ചത്. ചെറുപ്പത്തിൽ തന്നെ സംഗീതം പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അതിന് തടസ്സമായി. മനസ്സിൽ സൂക്ഷിച്ച ആഗ്രഹം 79-ാം വയസ്സായെങ്കിലും പ്രാവർത്തികമാക്കുകയാണ് അമ്മിണി ടീച്ചർ. സംഗീത അധ്യാപകനായ മണികണ്ഠൻ മൂതൂരാണ് ഗുരു. അമ്മയുടെ ആഗ്രഹത്തിന് പൂർണ്ണ പിന്തുണയുമായി മക്കളും കൂടെയുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഏത് കാര്യത്തിലും എൻ്റെ മക്കളെന്നോട് സഹകരിക്കുന്നുണ്ട്. നമുക്ക് ഏത് കാര്യത്തിലാണ്, സംഗീതത്തിലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഭാഗവതം പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശാസ്ത്രീയ തത്വങ്ങളൊക്കെ പിന്നെ ഭാഗവതം, നാരായണീയം, അങ്ങനെ ഭഗവത്ഗീത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നത്.
സംഗീതത്തിനൊപ്പം നല്ലൊരു കർഷക കൂടിയാണ് അമ്മിണി വാസുദേവൻ. പുരയിടത്തിൽ നിരവധി ഇനം പച്ചക്കറികൾ ടീച്ചർ കൃഷി ചെയ്യുന്നുണ്ട്. അമൃതാനന്ദമയി ദേവിയുടെ ഭക്തിയായ അമ്മിണി ടീച്ചർ പഠനത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ്. അമൃത ന്യൂസ്, മലപ്പുറം. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ നാളെ ന്യൂസിലാൻഡിനെ നേരിടും. ടോസ് നിർണായകമാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്ന അതേ പിച്ചാണ് കിരീട പോരാട്ടത്തിന് ഒരുക്കിയിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയുണ്ടായാൽ മത്സരം റിസർവ് ദിനത്തിൽ തുടരും. മിനി ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടത്തിലെ കലാശക്കളിക്കായി ഇന്ത്യയും ന്യൂസിലാൻഡും തയ്യാറെടുത്തു കഴിഞ്ഞു. പ്രകടനത്തിന്റെ കാര്യത്തിൽ മുൻതൂക്കം ഇന്ത്യക്ക് തന്നെയാണ്. തോൽവി അറിയാതെ എത്തിയ ടീം ഇന്ത്യയുടെ ബൗളിംഗും ബാറ്റിംഗും ഇതുവരെ ഫോമിലുമാണ്. മാത്രമല്ല, ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസവും രോഹിതിനും കൂട്ടർക്കുമുണ്ട്. അതേസമയം സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ കൂറ്റൻ ജയം കീവിസിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. എന്തായാലും ടോസും പിച്ചും നിർണായകമാണ്. അവസാന 14 ഏകദിനങ്ങളിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് ടോസ് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏകദിനത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം ടോസ് നഷ്ടമായ നായകനെന്ന നാണക്കേടും രോഹിതിന്റെ പേരിലാണ്. എന്നാൽ ടോസിലെ ദൗർഭാഗ്യം ഇതുവരെ ഇന്ത്യയുടെ കളിയെ ബാധിച്ചിട്ടില്ല എന്നതാണ് ആശ്വാസം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉൾപ്പെടെ ടോസ് നഷ്ടമായ 14 മത്സരങ്ങളിൽ 9ലും ഇന്ത്യ ജയിച്ചിരുന്നു. ഇനി പിച്ചിന്റെ കാര്യത്തിലും നിർണായകമാണ്. ഇന്ത്യ പാകിസ്ഥാനെ കീഴടക്കിയ പിച്ചിലാണ് കലാശ പോരാട്ടം. രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് നേരിയ മുൻതൂക്കമുള്ളതിനാൽ ടോസിലെ ഭാഗ്യം ആർക്കെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആകെയുള്ള 7 പിച്ചുകളിൽ ഏറ്റവും മധ്യത്തിലുള്ളതാണ് ഇന്ത്യ പാക് മത്സരത്തിന് ഉപയോഗിച്ചത്. ഇതേ വിക്കറ്റ് തന്നെയാണ് ഫൈനലിലും ഉപയോഗിക്കുക. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.